ശബരിമലയിലെ ഈ കള്ളന്മാരുടെയും മാഫിയയുടെയും ഇടപെടൽ തുടങ്ങിയത് പിണറായി വിജയൻ വന്നതിന് ശേഷമല്ല. അതിനു മുമ്പും അവിടെ മാഫിയ ഉണ്ട്. സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷയുള്ളൊരു നേതാവിനെ പോറ്റി കാണാൻ പോകുന്നു. അതോടൊപ്പം ആൻ്റണി, അടൂർ പ്രകാശൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണത്? അപ്പോൾ നിങ്ങൾക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട്, ഈ കള്ളന്മാരുമായിട്ട് UDF ബന്ധമുണ്ട്, കോൺഗ്രസിന് ബന്ധമുണ്ടെന്നാണ് LDF ആരോപണം. അപ്പോൾ അതിന് മറുപടി ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് കൃത്യമായ മറുപടി അല്ല പറയുന്നത്, പിന്നെയാണ് പറയുന്നത്. ഞാനല്ല അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത്, അയാൾ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പറയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഉള്ളി മനസ്സിലാവുള്ളൂ. ശബരിമലയിലെ ഈ കള്ളന്മാരുടെയും മാഫിയയുടെയും ഇടപെടൽ തുടങ്ങിയത് പിണറായി വിജയൻ വന്നതിന് ശേഷമല്ല. അതിനു മുമ്പും അവിടെ മാഫിയ ഉണ്ട്. അതിന് മുമ്പ് മാഫിയ ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പിണറായി വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ആളുകളല്ലല്ലോ പേർ. പോറ്റി അതിന് മുമ്പ് അവിടെയുണ്ട്. അതല്ലാത്ത പോറ്റിമാരും ഉണ്ട് അവിടെ. ഒരുപാട് പേർ ഈ ശബരിമല ലക്ഷ്യം വെച്ച് ഒരുപാട് പേർ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5-6 കിലോ സ്വർണം, ഇപ്പോൾ എത്ര മൊത്തം 5 കിലോ സ്വർണ്ണം കണ്ടാലും പോയി, 5-6 കിലോ സ്വർണത്തിൻ്റെ 2019 മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ ബുദ്ധിയുള്ളവർ തയ്യാറാവുക. 17,000-18,000 രൂപയാണ് സ്വർണത്തിൻ്റെ 2019 പവന് വില. 5 കിലോ സ്വർണം വെച്ച് നോക്കിയാൽ പോലും 1 കോടിയിൽ മുകളിൽ പോവില്ല. അപ്പോൾ 1 കോടി രൂപയോ അല്ലെങ്കിൽ 2 കോടിയോ ആയിക്കോട്ടെ, 5 കോടി രൂപയാവട്ടെ, 5 കോടി രൂപയ്ക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് ഒരാൾ എടുക്കുമോ? ഇല്ല. അപ്പോൾ സ്വർണത്തിൻ്റെ വില എന്നതിലുപരി ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് പിന്നിൽ അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം, ഇതിൻ്റെ ആ സ്വർണത്തിൻ്റെ മൂല്യമല്ല ഇത് മോഷ്ടിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നത്, മറിച്ച് അതിൻ്റെ ആൻറ്റിക് വാല്യൂ, ഡിവൈൻ വാല്യൂ ആണ്. ഇത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാവും. അതുപോലെ അതിൻ്റെ പഴമ, ഇപ്പോൾ വിജയമല്യ പൂശിയ സ്വർണ്ണത്തേക്കാൾ ഉപരി അതിൻ്റെ പഴക്കമുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ഇതിലാരും പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, വാജിവാഹനം. ഈ വാജിവാഹനം എവിടെയാണ് എന്നൊരു ചോദ്യത്തിന് ശബരിമല തന്ത്രി പറയുന്നത് അത് എൻ്റെ വീട്ടിലുണ്ടെന്നാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വാജിവാഹനമുണ്ട്. പക്ഷെ അത് ശബരിമലയിലെ യഥാർത്ഥ വാജിവാഹനം, നൂറ്റാണ്ട് പഴക്കമുള്ള വാജിവാഹനമല്ല. അതൊക്കെ അടിച്ചു മാറ്റപ്പെടുകയും പുതിയതവിടെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് കൊടിമരത്തിലെ മണി. ഇങ്ങനെയുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ മാറ്റി പകരം എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് അവിടെ സമർപ്പിക്കുന്നു. അപ്പോൾ സംഭവം നോക്കുമ്പോൾ വാജിവാഹനമുണ്ട്, കൊടിമരത്തിൽ മണിയുണ്ട്, കൊടിമരം തന്നെയുണ്ട്, കൊടിമരത്തിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ പല ഘട്ടങ്ങളിൽ, പിണറായിയുടെ കാലത്ത് മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്.